ദൈവത്തിന് സ്തോത്രം. Hallelujah. I thank the Lord for this day. God has given us one more opportunity to be together in the presence of the Lord. ഞാൻ ദൈവം ഒരു ദിവസം കൂടെ നമുക്ക് നൽകിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിലായിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ ആനന്ദിക്കുന്നു. As we all know that we are living in days which probably we never have faced days like this in our life. We hear a lot of sad stories every day nowadays. നാം അറിയുന്നത് പോലെ നാം ഇതുവരെയും അനുഭവിക്കാത്ത തലത്തിലുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നാം ദുഃഖിപ്പിക്കുന്ന വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. And every single day we are bombarded with so much of prayer points, and then we hear immediately after that something happened, and a lot of things are happening. എല്ലാ ദിവസവും നാം വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇരിക്കുന്നു. നാം ചിലത് കേൾക്കുന്നു, അതിനെക്കുറിച്ച് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥന കഴിഞ്ഞ ഉടൻ തന്നെ അതിനെ ഓർത്ത് മറ്റു വാർത്തകളും നാം കേട്ടുകൊണ്ടിരിക്കുന്നു. The other day there was a prayer request which was given like 15 minutes later or 30 minutes later. The thing was the person passed away. കഴിഞ്ഞ ഒരു ദിവസം ഒരു പ്രാർത്ഥന വിഷയം ഇങ്ങനെ കേട്ടു. അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 15 നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ ലോകത്ത് നിന്ന് മാറ്റം പ്രാപിച്ചു. Sometimes we can question, okay, some prayers are working, some are not working, what is happening? നാം ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചോദ്യം ഉണരാം. ചില പ്രാർത്ഥനകൾ കേൾക്കുന്നു, ചില പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട്, ചില പ്രാർത്ഥനകൾക്ക് അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന തലത്തിൽ മറുപടിയില്ല. And our hope is in our Lord. നമ്മുടെ പ്രത്യാശ നമ്മുടെ കർത്താവിലാണ്. And this morning I would say that don't lose faith and hope in the midst of this situation. We look forward to something better than this. ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോൾ അതിന്റെ മുന്നിൽ നമ്മുടെ പ്രത്യാശയും നമ്മുടെ വിശ്വാസവും നഷ്ടപ്പെടരുത്. Something we discussed or we pondered upon yesterday during the men's fellowship was the fact that Stephen was a powerful evangelist in the church. കഴിഞ്ഞ ദിവസം നാം മെൻസ് ഫെലോഷിപ്പിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ വന്ന ഒരു വിഷയമാണ് സ്തേഫാനോസ് സഭയിലെ ഒരു വലിയ ശക്തിയേറിയ ഒരു ശുശ്രൂഷകനായിരുന്നു. And I was thinking that he was, I would love to have one Stephen at least in my church. I don't have anyone, but I would like to have one. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, എൻ്റെ സഭയിൽ ഒരു സ്തേഫാനോസ് എങ്കിലും ഉണ്ടായിരുന്നെങ്കിലെന്ന്. Full of Holy Spirit. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ. And doing the service in the church. സഭയിൽ ശുശ്രൂഷ ചെയ്ത്. Like the distribution of the food and all those things. ഭക്ഷണം വിളമ്പുന്നതും അതും പറ്റിയുള്ള ശുശ്രൂഷകൾ. Then he goes out and he preaches the gospel. താൻ പുറത്ത് ഇറങ്ങി സുവിശേഷം പ്രസംഗിക്കുന്നു. Miracles, signs and wonders are happening through him. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ തന്നിലൂടെ സംഭവിക്കുന്നു. All of a sudden, പെട്ടെന്ന് after one message he gave, തന്റെ ഒരു സന്ദേശത്തിന്റെ അവസാനം they stoned him to death. തന്നെ കല്ലെറിഞ്ഞു കൊല്ലുകയുണ്ടായി. They stoned him to death. തന്നെ കല്ലെറിഞ്ഞു കൊന്നു. What will we say? നാം എന്ത് പറയും? Oh, God is unjust. ദൈവം നീതിമാനല്ല എന്ന് പറയോ? It is okay, Ananias, Sapphira is okay, but what about Stephen? അനന്യാസിനും സഫീറയ്ക്കും സംഭവിച്ചത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ സ്തേഫാനോസിന് എന്ത് പറ്റി? Oh, he should not have died now. സ്തേഫാനോസ് ഈ സമയത്ത് മരിക്കരുതായിരുന്നു. God, what happened? All the things. We can think about a lot of things. ഇതുപോലത്തുള്ള ചിന്തകളും ചോദ്യങ്ങളും നമ്മുടെ മനസ്സിൽ വരാം. But when you look at the first century church, എന്നാൽ ഒന്നാം നൂറ്റാണ്ടിലെ സഭയെ നാം ചിന്തിച്ചു നോക്കിയാൽ, see, after that there was a big persecution, the church scattered. അതിനുശേഷം വലിയ പീഡയുണ്ടായി, സഭ ചിതറിപ്പോയി. And what they did was, wherever they went, they continued to proclaim Jesus. പക്ഷേ ആ ചിതറിപ്പോയവർ അവർ പോയടുത്തൊക്കെയും സുവിശേഷം അറിയിച്ചുകൊണ്ടിരുന്നു. The Antioch church came out as a result of that. അങ്ങനെ സുവിശേഷം അറിയിച്ചതിന്റെ ഫലമായിട്ടാണ് അന്ത്യോക്യ സഭ ഉത്ഭവിച്ചത്. See, people's faith was not at all shaken by the fact that one of the most righteous, powerful man of God in the church, Stephen, was stoned to death. അപ്പോഴത്തെ ഒരു ക്രിസ്ത്യാനിയുടെ വിശ്വാസം സ്തേഫാനോസ് പോലെയുള്ള ഒരു വ്യക്തി കല്ലെറിഞ്ഞു കൊല്ലപ്പെട്ടത് കൊണ്ട് കുലുങ്ങിപ്പോയില്ല. Because they knew their master Jesus himself died on the cross and he rose again from the dead, and these people had the great hope of a resurrection awaiting everyone who dies. കാരണം അവർക്കറിയാമായിരുന്നു അവരുടെ കർത്താവ് യേശു ക്രിസ്തു ഇതുപോലെ പീഡയിലൂടെ പോയി താൻ ക്രൂശിൽ മരിച്ചു,
യേശു ഉയർത്തെഴുന്നേറ്റു, ആ പുനരുത്ഥാനം നാമും കാത്തിരിക്കുന്നു എന്നുള്ള വിശ്വാസം അവർക്കുണ്ടായിരുന്നു. So these days when we hear about, lot of things, look at from the context of the greater purpose, the greater things, and you will be able to reconcile a lot of things in our life. ഈ കാലഘട്ടത്തിലും നാം ഇതുപോലത്തെ കാര്യങ്ങളിലൂടെ, ഇതുപോലത്തെ സംഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇതിന്റെ വലിയ ആ ദർശനം അത് മനസ്സിലാക്കി ദൈവം എന്ത് കാണുന്നു എന്ന് അറിഞ്ഞ് അതിനനുസരിച്ച് ജീവിക്കുവാൻ പഠിക്കണം. This morning I want to speak to you in the time in front of we have from Psalms 18 verses 1. ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ മുമ്പേയുള്ള സമയത്തിൽ ഞാൻ സങ്കീർത്തനം 18 നിന്ന് 1-ാം വാക്യത്തിൽ നിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. It says, I love you, Lord, my strength. എൻ്റെ ബലമായ യഹോവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. I love you, my Lord, my strength. ഞാൻ അവിടുത്തെ സ്നേഹിക്കുന്നു, എൻ്റെ ബലമായ യഹോവേ. When we come to Jesus, there are many benefits we receive. നാം യേശുക്രിസ്തുവിന്റെ അരികിൽ വരുമ്പോൾ നമുക്ക് നന്മകൾ ലഭിക്കുന്നു. Benefits, lot of benefits. നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് അതിന്റെ കൂടെ ചേർന്ന് ലഭിക്കുന്നു. And in the Old Testament time also, people who honored and who followed God, they had a lot of benefits. പഴയ നിയമം നാം പഠിക്കുമ്പോഴും യഹോവയെ പിൻപറ്റിയവർ, ദൈവത്തെ പിൻപറ്റിയവർക്ക് ഇതുപോലെ അനേകം നന്മകൾ, ബെനിഫിറ്റ്സ് ലഭിച്ചുകൊണ്ടിരുന്നു. Bible clearly tells the way of the righteous, the way of the wicked. There are two ways, and way of the righteous will be prosperous according to the law. And it's very clear in the Bible. വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, നീതിമാന്റെ വഴിയുണ്ട്, ദുഷ്ടന്റെ വഴിയുണ്ട്. നീതിമാന്റെ വഴി എപ്പോഴും അനുഗ്രഹം പ്രാപിക്കുന്ന വഴിയാണെന്ന് നാം മനസ്സിലാക്കുന്നു. And that's what the Bible teaches, but many times, in a worldly sense, that may not be the same way we understand it, but that's what the Bible teaches us. വചനം നമ്മെ അങ്ങനെ പഠിപ്പിക്കുന്നു. ലോകത്തിൽ നാം ചിന്തിച്ചു നോക്കുമ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വചനം കൃത്യമായി അത് പഠിപ്പിക്കുന്നു. So I'm going to tell you something today which is very important for a Christian to understand. ഇന്ന് വളരെ പ്രധാനമായ ഒരു ക്രിസ്ത്യാനി മനസ്സിലാക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ See, ആഗ്രഹിക്കുന്നു. we can operate in two realms when it comes to blessings. നമുക്ക് അനുഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് രണ്ട് തലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. And one realm is the default realm or the easy realm. The second realm is a difficult realm. ഒരു തരം എന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ളതാണ്, എന്നാൽ മറ്റൊരു തലം അത് പ്രയാസമുള്ളതാണ്. In the easy realm is the physical realm or the natural worldly realm. എളുപ്പമുള്ള ഭാഗം എന്ന് വെച്ചാൽ അത് നമുക്ക് ഈ പ്രകൃതിയിലൂടെ അല്ലെങ്കിൽ നാം കാണുന്ന ആ വിഷയങ്ങളാണ്. And the second realm is a tough realm because that's a spiritual realm. ആ രണ്ടാമത്തെ ഭാഗം അത് ആത്മീകമായ ഒരു തലമാണ്. അനുഗ്രഹം. Why is it easy? The first realm, why is it easy? ഒന്നാമത്തെ എന്തുകൊണ്ട് എളുപ്പമായിരിക്കുന്നു? You have a need in your life. നമ്മുടെ ജീവിതത്തിൽ ഒരു ആവശ്യമുണ്ട്. You got a sickness. നമുക്കൊരു പ്രയാസമുണ്ട്. You prayed to the Lord. ദൈവത്തോട് പ്രാർത്ഥിച്ചു. You got an answer. ഒരു മറുപടി ലഭിച്ചു. You needed a house, you prayed and God gave you a house. ഒരു ഭവനത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു, പ്രാർത്ഥിച്ചു, ദൈവം ഒരു വീട് നൽകി. And you prayed for a car, God gave you a car. ഒരു വാഹനത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു, ദൈവം വാഹനം നൽകി. You prayed for a job, God gave you a better job. ഒരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ദൈവം ഒരു നല്ല ജോലി നൽകി. So a lot of physical things God gave you. നമുക്ക് നമ്മുടെ കണ്ണിന് മുമ്പിൽ കാണുന്ന തലത്തിലുള്ള അനേകം കാര്യങ്ങൾ ദൈവം നൽകി. And then it becomes very easy to equate the blessings with what we can physically see. അത് നമുക്ക് ശാരീരികമായി കാണുവാൻ സാധിക്കുന്ന ഇതുപോലത്തെ വിഷയങ്ങൾ വരുമ്പോൾ അതിനെ അനുഗ്രഹമായിട്ട് അതിനെ പറയുവാൻ എളുപ്പമുണ്ട്. Many forefathers who labored very hard, difficulties they endured in their life. Their generations, they went to UK, Gulf, or Middle East or America, and they got a lot of money. Then people will say, the forefathers suffered and stood for the Lord. That's why God has blessed their children. നാം ഇങ്ങനെ കേൾക്കാറുണ്ടല്ലോ, പൂർവ്വപിതാക്കന്മാർ ദൈവത്തിന് വേണ്ടി ഒരുപാട് അധ്വാനിച്ചു, ഒരുപാട് ദൈവവേലയിൽ പ്രവർത്തിച്ചിട്ട് അവരുടെ മക്കൾ വിദേശത്ത് പോയി അവർക്ക് ധാരാളം ധനം ലഭിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, ഇവരുടെ പിതാക്കന്മാർ ദൈവത്തിന് വേണ്ടി അധ്വാനിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു അനുഗ്രഹം ലഭിച്ചതെന്ന്. And then I've seen many people with tears saying it because of my parents' hardship, cry, their faithfulness in the presence of the Lord. That's why the Lord has blessed us this much. ഞാൻ ഇങ്ങനെയും കേട്ടിട്ടുണ്ട്, കണ്ണീരോടുകൂടി പറയുന്നത്, എൻ്റെ മാതാവ് പിതാവ് അവർ ദൈവത്തിന് വേണ്ടി അധ്വാനിച്ചത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ അനുഗ്രഹം, ഇങ്ങനെ സൗകര്യങ്ങൾ ലഭിച്ചതെന്ന്. So many times we equate blessings with what is visible and what is seen in this world.
അതുകൊണ്ട് നാം പലപ്പോഴും അനുഗ്രഹം നാം ഈ ലോകത്ത് കാണുന്നതുമായി താരതമ്യം ചെയ്യുവാൻ And it is ശ്രമിക്കാറുണ്ട്. very easy for us to comprehend that. അത് മനസ്സിലാക്കുവാൻ വളരെ എളുപ്പമാണ്. Sometimes when something goes wrong, we actually think, did I do any mistake? Did I do any sin? We say, oh, Lord, sorry, forgive me. Because we feel like, or we think that, something going wrong in our life is because God is not pleased with us. ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ നാം പെട്ടെന്ന് ചിന്തിക്കുന്നത് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ, കാരണം നാം ആ വരുന്ന ആ ഒരു പ്രയാസം അതൊരു പാപത്തിന്റെ ഒരു തെറ്റിനോടുകൂടെ നാം ചേർത്ത് ചിന്തിക്കുന്നു. So there is a problem in this view. ആ ചിന്താഗതിക്ക് ഒരു പ്രശ്നമുണ്ട്. The problem with this view is when you go further, you start comparing yourself with the people in this world, then you understand that your blessings are not as great as you thought. നാം ആ ചിന്താഗതിയിലൂടെ പോകുമ്പോൾ മറ്റു മനുഷ്യരുമായി താരതമ്യം ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും ആ ഒരു അനുഗ്രഹം കിട്ടുന്നതും വരുന്നതിന് ഒരു പ്രശ്നമുണ്ട്. When you get out of your house, you look at your house and you see, oh, I have a big house. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ വീട് നോക്കിയിട്ട് പറയും, എനിക്ക് നല്ലൊരു വീടുണ്ട്. Then somebody, you go to a different neighborhood. വേറൊരു സ്ഥലത്തെത്തിയാൽ a little bit more posh neighborhood. കുറച്ചുകൂടെ നല്ല വീടുകളുള്ള ഒരു Or you സ്ഥലം. drive around that and you see big houses. അവിടെ പോകുമ്പോൾ അവിടെ നമ്മളെക്കാളും വലിയ വീടുകൾ കാണുന്നു. Or you go to Dallas and you see some big houses, mansions. ഡാലസിൽ പോയാൽ അതിനേക്കാളും വലിയ വീടുകൾ കാണുന്നു. Then you realize that, or you see somebody else, bigger things. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇതുപോലെ അതിനേക്കാൾ നല്ല നന്മകൾ കാണുന്നു. When you drive your car, you look around and you see like better cars than your cars. നമ്മുടെ കാർ ഓടിച്ചു നടക്കുമ്പോൾ നമ്മൾ മറ്റ് ഇതിനേക്കാൾ നല്ല കാറുകൾ കാണുന്നു. You see people who make more money than what you make. കൂടുതൽ പണം ഉണ്ടാക്കുന്നവരെ കാണുന്നു. You see a lot of things with the same lens you were looking earlier. You see people who don't even follow God, they have much better than you. നാം ആദ്യം പറഞ്ഞ ആ ചിന്താഗതിയിലൂടെ ചിന്തിച്ചു നോക്കിയാൽ കാണുമ്പോൾ ദൈവത്തെ പിൻപറ്റാത്തവർക്ക് ഇതിനേക്കാൾ നല്ല അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് കാണുന്നു. And you will see that they are at a better position, and actually Asaph says about that. അവർ ഇതിനേക്കാൾ നല്ലൊരു സ്ഥാനത്ത് ഇരിക്കുന്നത് കാണുന്നു. ആസാഫ് അതിനെക്കുറിച്ച് പറയുന്നു. And we see that a lot of times then people get discouraged. അങ്ങനെ വരുമ്പോൾ നമുക്ക് നിരാശപ്പെടുന്ന അനുഭവം ഉണ്ടാകും. Now there is a second view. ഇനി ഒരു രണ്ടാമത്തെ ഒരു വീക്ഷണമുണ്ട്. This is where you see blessings from a spiritual viewpoint. ഇതാണ് ആത്മീക തലത്തിൽ അനുഗ്രഹങ്ങൾ കാണുന്ന ഒരു വീക്ഷണം. Everything you look at from a spiritual viewpoint. നാം ചെയ്യുന്നതെല്ലാം ആത്മീകമായി കാണുവാൻ ശ്രമിക്കുന്നു. See, the problem with that view is that you will not see tangible things very soon, or in the same way you see with the first viewpoint. അതിന്റെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ആദ്യത്തേതുപോലെ നമുക്ക് എല്ലാം നേരിട്ട് പെട്ടെന്ന് കാണുവാൻ സാധിക്കുകയില്ല. See, there are people, I'm just going to say this, right? There are people who had been praying for 100 people every day for the last 100 days. ഞാൻ ഇത് പറയട്ടെ, കഴിഞ്ഞ 100 ദിവസമായി 100 പേർക്ക് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നവരുണ്ട്. And then there are people who have not even prayed for one person for the last 1 year. കഴിഞ്ഞ ഒരു വർഷമായി ഒരാൾക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കാത്ത ആളുകളുമുണ്ട്. But there is an equalizer when you come to the church, when you look in everything outside, everything looks same for all those people. എന്നാൽ ഈ രണ്ട് തരം ആളുകളും സഭയിൽ വരുമ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കുന്നു. There is a group of people, I'm just randomly generalizing, I'm not talking about, I'm not thinking about one of you, but I'm just saying, there are people who are fasting, who are praying, who are crying in the presence of the Lord. They are spending a lot of time seeking His face. ഞാൻ ആരെങ്കിലും ഒരാളെ ഓർത്ത് പറയുകയല്ല, എന്നാൽ ചിലരുണ്ട് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവസന്നിധിയിൽ ദൈവമുഖത്തെ അന്വേഷിക്കുന്നവർ. And then there are other people who don't even bother with formality. They pray, they come to the church on a Sunday morning, and that's all about it. Then they'll go with their own life, they enjoy their life, and they are leading a life as if everything is in this world. ഇനി മറ്റൊരു തരം ആളുകളുണ്ട്, കാണിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ സ്വയം ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി മാത്രം ഒന്ന് പ്രാർത്ഥിക്കുകയും പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ഈ ഒരു ലൗകികനെ പോലെ ജീവിക്കുന്നവർ. And they're not living like a worldly man. I did not use that word, but what they're saying is they're like Christian, like they're normally going. They will be there. Like they will be praying. They have daily prayer in their home, and they do the things they're supposed to do. അവർ ലൗകികനാണെന്നല്ല പറഞ്ഞത്, എന്നാൽ അവർ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം അവർ ക്രിസ്ത്യാനി തന്നെയാണ്. അവർ കാര്യങ്ങളെല്ലാം ചെയ്യും, എന്നാൽ ഒരു മറ്റു കാര്യങ്ങളെല്ലാം ഒരു സാധാരണ ലോകത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് അങ്ങ് ജീവിക്കുന്നു. But the viewpoint is not a spiritual viewpoint. എന്നാൽ അവരുടെ ദൃഷ്ടി ഒരു ആത്മീക വീക്ഷണമല്ല. No. So before this service, I told about praying for neighborhood, right? ഈ യോഗത്തിന് മുൻപേ ഞാൻ പറഞ്ഞു നാം താമസിക്കുന്ന ആ സ്ഥലത്ത് പ്രാർത്ഥിക്കണമെന്ന്. And I told take the list of 8 people, or you can get a list and you can pray.
ഒരു ലിസ്റ്റ് എടുത്ത് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും താമസിക്കുന്നവർ 8 പേരുടെ ഒരു പട്ടിക എടുത്ത് പ്രാർത്ഥിക്കണം. I'm very confident 80% of the people who heard just ignored it. എനിക്ക് നല്ല ഉറപ്പുണ്ട് ഒരു 80% പേർ ഈ കേട്ടവർ അതുപോലെ തന്നെ വിട്ടു കളഞ്ഞു. Because they are not even thinking that they need to do anything like that. അങ്ങനെ ഒരു പ്രാർത്ഥന ചെയ്യണമെന്ന് അവർ ചിന്തിക്കുന്നു പോലുമില്ല എന്ന് ഞാൻ കരുതുന്നു. I love you, I have no problem if you ignore it, I have no problem, but I'm just saying in order to understand that viewpoint, but at least some people said that's good, I need to pray individually for my neighbors, I need to pray for my neighborhood, let me pray. Some of you might have actually thought like that. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങൾ അങ്ങനെ ചെയ്തത് സാരമില്ല, എന്നാൽ ചിലരെങ്കിലും ഇതിനെക്കുറിച്ച് കേട്ടിട്ട് ഞാൻ എൻ്റെ ചുറ്റുമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം എന്നൊരു തീരുമാനം എടുത്തവരുണ്ടാകാം. Now why some people ignore it and why some people think that that's a good thing to do? എന്തുകൊണ്ട് ചിലർ അത് ശ്രദ്ധിച്ചില്ല, ചിലർ അത് നല്ല കാര്യമെന്ന് കരുതി? The people who ignore it doesn't really feel like, sitting and praying with the names of neighbors, nothing, that's not going to do much, that's not going to be any benefit for me or not, I don't think anything much is going to happen out of that. അത് അവഗണിച്ചവർ കരുതുന്നത് ഇങ്ങനെ കുറെ പേരുടെ പേരെടുത്ത് വെച്ച് പ്രാർത്ഥിച്ചതുകൊണ്ട് വലിയ ഗുണമില്ല എന്ന് കരുതുന്നവരാണ്. But the ones who actually thought, okay, I'm going to do it, what are they trying to do? They are looking beyond. ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് കരുതിയവർ അവരെന്താണ് ചിന്തിക്കുന്നത്, അവരെന്തിന് അതിനപ്പുറം കാണുവാൻ ശ്രമിക്കുന്നു. Many months ago, I don't want to say these things, but these are good examples I can bring with what I'm going to talk, so that's why I'm bringing it. Some months ago I spoke during a ladies meeting. ഞാനിത് പറയണമെന്ന് ആഗ്രഹിക്കുന്നതല്ല, എന്നാൽ നല്ല ഉദാഹരണമായതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഞാനൊരു ലേഡീസ് മീറ്റിംഗിൽ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ചു. And when I said, I gave a challenge that do something, and then one thing I said was adopt 10 missionaries and pray for them daily. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നൊരു ആഹ്വാനം നൽകി അതിനോട് ചേർന്ന് ഞാൻ പറഞ്ഞു ഒരു 10 മിഷണറിമാരെ എടുത്ത് അവർക്ക് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. Then I told I need some volunteers and I can give you some work to do. അതിനോട് ഞാൻ പറഞ്ഞു എനിക്ക് ചില പ്രവൃത്തികളുണ്ട്, ചില ജോലികളുണ്ട്, അതിന് വോളണ്ടിയേഴ്സ് ഉണ്ടെങ്കിൽ നന്നായിരുന്നു. One person came and told me, give me 10 names of missionaries, 10 missionary names, and I am going to every day pray for them. ഒരു വ്യക്തി എന്നോട് വന്ന് പറഞ്ഞു എനിക്ക് ഇതുപോലെ 10 പേരുകൾ നൽകുക, ഞാൻ എല്ലാ ദിവസവും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. 2-3 more people came and told me, tell us what to do, we will do. 3 പേർ വന്ന് പറഞ്ഞു ആ ജോലി എന്താണെന്ന് പറയുക, എനിക്ക് താല്പര്യമുണ്ട്, ഞാൻ ചെയ്യാം. And some of you may have all went and took the missionary names from somebody else and you may be praying for them. നിങ്ങളിൽ ചിലർ സ്വന്തമായിട്ട് തന്നെ മിഷണറിമാരുടെ പേരെടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. I'm not assuming anything because I stopped assuming things. I am just leaving everything up to the Lord. I stopped assuming things in my life. So I'm just thinking some of you are praying. എനിക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ദൈവത്തിന് ഞാൻ വിട്ടുകൊടുക്കുന്നു, നാം പ്രാർത്ഥിക്കുന്ന വിഷയം. Now think about people who completely ignored it, completely did not even think about it. ഇത് മുഴുവനായിട്ട് അവഗണിച്ചവരെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. Why did they do it? അവരെന്തുകൊണ്ട് അങ്ങനെ ചെയ്തു? Let's say if there is even one person who did it. ഒരാളെങ്കിലും അങ്ങനെ ചെയ്തു എന്ന് കരുതുക. In a very positive sense, I am thinking everybody did what I said, but I am just assuming one person did not do it. എൻ്റെ നല്ല ചിന്തയിൽ ഞാൻ ചിന്തിക്കുന്നു എല്ലാവരും അത് ചെയ്തു എന്ന് തന്നെ, അതിനെ ആഹ്വാനം സ്വീകരിച്ചു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. Why did they? ഒരാൾ ചെയ്തില്ല എന്ന് കരുതുക. Why did they? They are thinking, well, what's the big deal about it? അവർ ചിന്തിക്കുന്നത് ഇത് വലിയ കാര്യമുള്ള വിഷയമാണോ? What's the big deal? Praying for 10 people. 10 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എന്ത് ഗുണം? So that is the difference between somebody who is viewing things from a spiritual viewpoint versus from a natural viewpoint. ഒരു ആത്മീക ദർശനത്തിൽ കാര്യങ്ങൾ കാണുന്നവരും അല്ലാത്തവരുമായിട്ടുള്ള വ്യത്യാസമാണത്. For people who are looking from a natural viewpoint, lot of things doesn't make sense and it doesn't bother them and doesn't matter to them. ഒരു സാധാരണ ചിന്തയിലൂടെ കടന്നു പോകുന്നവർക്ക് പല കാര്യങ്ങളിലും അത് വലിയ വിഷയമില്ലാത്ത കാര്യങ്ങളാണ്. I was giving some thought about it and then I realized there is nothing much you can really do because God has to touch people and they have to get that spiritual viewpoint. Unless and until they don't get it, whatever you do, it's not going to be of benefit. അങ്ങനെയുള്ളവരെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുവാനില്ല. ഞാൻ ചിന്തിക്കുകയുണ്ടായി, അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. ദൈവം തന്നെ ഒരു ആത്മീക ദർശനം നൽകിയാലേ ആ ഒരു വീക്ഷണത്തിന് വ്യത്യാസം വരും. There are many people, I am assuming, again as I said, I am assuming they are attending some other churches, they are part of some other churches, they are part of some other prayer groups, they are participating in a lot of other things. I am just assuming because except for 1 hour in a week, I don't see them
participating in anything in the church. ചിലരെ ഞാൻ ചിന്തിക്കുന്നു, അവർ മറ്റു യോഗങ്ങൾ, മറ്റ് പ്രെയർ ഗ്രൂപ്പുകൾ, സ്മോൾ ഗ്രൂപ്പുകളിൽ അറ്റൻഡ് ചെയ്യുന്നു, പങ്കെടുക്കുന്നു എന്ന് ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. കാരണം പലരും ആ ഒരു മണിക്കൂർ അല്ലാതെ പല സമയത്തും ഞാൻ അവരെ കാണുന്നില്ല മറ്റു സമയങ്ങളിൽ. Not MBA church, but some other church, maybe their home church, maybe some ministry, prayer, something else they are doing. And my only prayer is that everybody, we should be there in eternity with Christ. That's my only hope. But otherwise, based on what I am seeing, I highly doubt it. MBAയുടെ യോഗങ്ങളിൽ അറ്റൻഡ് ചെയ്യുന്നതല്ല, നാട്ടിലെ യോഗങ്ങളോ നാട്ടിലെ സഭായോഗമോ അല്ലെങ്കിൽ മറ്റ് പ്രെയർ ഗ്രൂപ്പുകളോ എന്തെങ്കിലും അറ്റൻഡ് ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ആഗ്രഹം ഇതാണ്, നിത്യതയിൽ അവരെ കാണണം എന്നുള്ളത്. Yeah, in my view, I don't see anything, but I am hoping and I am expecting something else is happening. Somewhere else they have been fed, somewhere else they are floating, but maybe they are part of the membership for other reasons. I don't know about it, but I just hope that that's what it is. ഞാൻ നോക്കുമ്പോൾ ഞാൻ കാണുന്നില്ല, എന്നാലും ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും അവർ ഭാഗമാക്കാണ് എന്നുള്ളത്, അല്ലാതെ ഒരു മെമ്പർഷിപ്പിന് വേണ്ടി മാത്രം നിൽക്കുന്ന എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. Now, the point I am trying to challenge is this two viewpoints. One viewpoint is where everything you see from a worldly sense, and some things make sense, some things doesn't make sense. But there is another viewpoint where you are looking things from a spiritual viewpoint, and your life is dictated, whatever you do is motivated and dictated by the fact that there is something spiritual meaning on all these things we do beyond what we see with our physical eyes. ആദ്യം പറഞ്ഞ ആ രണ്ട് ചിന്താഗതികളിലേക്ക് നമുക്ക് മടങ്ങി വരാം. എല്ലാം നാം ആ ലോകത്തിലുള്ള ചിന്തയിലൂടെ കാണുന്നു, എല്ലാ നന്മകളും നാം ലോകത്തിൽ തന്നെ കാണുന്നു, അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. മറ്റൊരു ഭാഗം ആത്മീകമായിട്ടുള്ള അനുഗ്രഹങ്ങൾ, നന്മകൾ, അത് നമുക്കിപ്പോൾ കാണുവാൻ കഴിയുന്നില്ലെങ്കിലും ആ ദർശനത്തിൽ ജീവിതം നയിക്കുന്നത്. Here David is coming towards the end of his life. ഇവിടെ ദാവീദ് തന്റെ ജീവിതത്തിന്റെ അവസാനത്തിലേക്ക് എത്തി. It's a long psalm. Psalm 18 is a long psalm. സങ്കീർത്തനം 18 ഒരു നീണ്ട There സങ്കീർത്തനമാണ്. are many messages which can be spoken from this psalm. അതിൽ നിന്ന് സംസാരിക്കുവാൻ വളരെയധികം സന്ദേശങ്ങളുണ്ട്. But I want to focus on verse 1. ഞാൻ ഒന്നാമത്തെ വാക്യത്തിൽ He's saying, I love you, Lord, my strength. ഞാൻ അവിടുത്തെ സ്നേഹിക്കുന്നു, എൻ്റെ ബലമായ യഹോവേ. God gave him a lot of things, ദൈവം ദാവീദിന് പല കാര്യങ്ങളും നൽകി, including restoration. തന്നെ പുനർസ്ഥാപിക്കുന്നത് ഉൾപ്പെടെ. He went away and God restored him. താൻ പിന്മാറിപ്പോയി, ദൈവം തന്നെ മടക്കി കൊണ്ടുവന്നു. Lot of things happened in his life. തന്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിച്ചു. Now the question is, he's saying, I love you, Lord, my strength. ഞാൻ യഹോവേ അവിടുത്തെ സ്നേഹിക്കുന്നു, എൻ്റെ ബലമായ യഹോവേ. This morning the question is, do we really love the Lord? ചോദ്യം ഇതാണ്, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുവോ യഥാർത്ഥമായി? This is a message you have heard many times. പല ആവർത്തി കേട്ടിട്ടുള്ള ഒരു സന്ദേശമായിരിക്കാം. Today I don't want to tell a lot of points here. ഒരുപാട് വിഷയങ്ങൾ അതിനെക്കുറിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. But what I want to really do is, just like David says with an intensity, do we really love our God? ദാവീദ് പറയുന്ന ആ അർത്ഥത്തിൽ, ആ ആഴത്തിൽ അത് നമുക്ക് പറയുവാൻ കഴിയുമോ, യഹോവേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന്? And then he talks about his rescuing power. Maybe somewhere later we will look into it. But here the key thing he's saying, I love you, Lord, my strength. അതിനുശേഷം താൻ ദൈവം രക്ഷിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. എന്നാൽ ഇവിടെ തുടക്കത്തിൽ ഒന്നാം വാക്യത്തിൽ പറയുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. See, Jesus said very clearly that we cannot as humans serve two masters. Either we will serve God or we will serve money. യേശുക്രിസ്തു വളരെ കൃത്യമായി പറഞ്ഞു, നമുക്ക് രണ്ട് യജമാനന്മാരുണ്ടാകാൻ പറ്റുകയില്ല. ഒന്നുകിൽ ദൈവത്തെ നാം സേവിക്കും, അല്ലെങ്കിൽ മാമോനെ സ്നേഹിക്കും. It's very simple. You will serve either money or either God. That's what Jesus said in Matthew 6. You don't have to read it. It's a very familiar portion. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ യേശുക്രിസ്തു വളരെ കൃത്യമായിട്ട് പറയുന്നതാണ്, രണ്ടിനെയും സേവിക്കാൻ കഴിയില്ല, ഒന്നുകിൽ ദൈവം അല്ലെങ്കിൽ പണം. See, loving somebody is what moves us into real service or actions in our life. നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ സേവനം ഒരു വ്യക്തിയെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നനുസരിച്ചിരിക്കും. And I have reminded many times, that in this generation it is very difficult. ഈ തലമുറയിൽ അത് വളരെ പ്രയാസമാണ്. Why did I say that? എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു? Because Jesus himself gave a warning in Matthew 24 that
because of the love of, increase in wickedness, love of many will grow cold. മത്തായി 24 യേശുക്രിസ്തു തന്നെ പറയുകയുണ്ടായി, അധർമ്മം പെരുകുന്നത് കാരണം സ്നേഹം തണുത്തു പോകുമെന്ന്. And a lot of times I think about that. Because of increase in wickedness, love of many will grow cold. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു ഭാഗമാണ്, അധർമ്മം പെരുകും, ദുഷ്ടത പെരുകുന്നത് കൊണ്ട് സ്നേഹം തണുത്തു So പോകും. it's not like love is not there. സ്നേഹം ഇല്ലാത്തതല്ല It was പ്രശ്നം. not that love was never there. സ്നേഹം ഇല്ലായിരുന്നു See, എന്നുള്ളതല്ല. love was there. സ്നേഹമുണ്ട്. Like Ephesian church, they had first love, എഫേസ്യ സഭയെ കുറിച്ച് പറയുന്ന അവർക്ക് ആദ്യ സ്നേഹം ഉണ്ടായിരുന്നു, but they lost it. എന്നാൽ അവരത് നഷ്ടപ്പെട്ടു പോയി. Yeah, you have forsaken your first love. അവരുടെ ആദ്യ സ്നേഹം അവർ നഷ്ടപ്പെടുത്തി. Jesus says your love went cold. സ്നേഹം തണുത്തുപോയി. Love growing cold because of wickedness. അധർമ്മം പെരുകുന്നത് കാരണം സ്നേഹം തണുത്തുപോയി. Then there is another warning. മറ്റൊരു മുന്നറിയിപ്പുണ്ട്. Paul writes the fact that people will be lovers of themselves. 2 Timothy chapter 3. These are verses which I always bring here. So I just want to remind. Jesus says, Paul says that because of, people will become, terrible times will come in the last days. People will be lovers of themselves. പൗലോസ് തിമോഥെയോസിന് എഴുതിയ ലേഖനത്തിൽ, 2-ാം ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത്, സ്വയം ആകുന്നത് കാരണം സ്നേഹം, lovers of money, ധനത്തിന്റെ പിന്നാലെ they will be without love, അവർക്ക് സ്നേഹം നഷ്ടപ്പെടും, unforgiving, അവർക്ക് forgive ചെയ്യാൻ സാധിക്കില്ല. And then it says about the fact that the times will be challenging, and if you look at the Laodicean church, they had this problem of indifference. ഇങ്ങനെയുള്ള പ്രയാസമുള്ള സമയങ്ങൾ വരും. ലവോദിക്ക സഭയെക്കുറിച്ച് ചിന്തിച്ചാൽ അവർ ഇൻഡിഫറൻസിന്റെ പ്രശ്നമുള്ളവരാണ്. Why there is an indifference? എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? Because they feel like they have everything. കാരണം അവർക്ക് എല്ലാം ഉണ്ടെന്ന് അവർ കരുതുന്നു. Because they feel like they don't need anything. അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല. And Jesus tells them very plainly that you are naked, you are wretched, you are pitiful, you don't know that. നിങ്ങൾ നഗ്നരാണ്, നിങ്ങൾക്കൊന്നുമില്ല, അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. The problem with the church was they were not realizing the true problem. അവരുടെ ശരിയായ പ്രശ്നം അവർ മനസ്സിലാക്കുന്നില്ല ലവോദിക്ക സഭ. And they were just thinking they are fine. അവരെല്ലാം ഉണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. Oh, I come to church. ഞാൻ സഭയിൽ വരുന്നു. We have a wonderful worship team. വലിയ നല്ല ഗാന ശുശ്രൂഷ ഉണ്ട്. We have a pastor who can preach. നല്ല പ്രസംഗിക്കാൻ പാസ്റ്റർ ഉണ്ട്. And we have a beautiful building. നല്ലൊരു മന്ദിരമുണ്ട്. And we have a lot of things going on. We have prayer every day. എല്ലാ ദിവസവും പ്രാർത്ഥനയുണ്ട്. Somebody look at their calendar of events calendar. MBAയുടെ കലണ്ടർ നോക്കി. MBAയുടെ അല്ല, ലവോദിക്ക സഭയുടെ കാര്യം പറഞ്ഞേ. MBAയിലോട്ട് വരാം. Look at the Laodicean church calendar. ലവോദിക്ക സഭയുടെ കലണ്ടർ നോക്കി. Everything is good. എല്ലാം നന്നായിരിക്കുന്നു. MBA എന്ന് പറഞ്ഞ ആൾക്കാർക്ക് പ്രയാസം, അതുകൊണ്ട് ലവോദിക്ക സഭയെ വെച്ച് പെട്ടുക. So the everything is good. എല്ലാം നന്നായിരിക്കുന്നു. And everyday prayer is there. This is their fasting prayer is happening. That prayer, this service, everything so good. എല്ലാ ദിവസവും പ്രാർത്ഥന നടക്കുന്നു, ഉപവാസ പ്രാർത്ഥനയുണ്ട്, മറ്റു പ്രാർത്ഥനയുണ്ട്, ആ പ്രാർത്ഥനയുണ്ട്, ഈ പ്രാർത്ഥനയുണ്ട്, എല്ലാം നന്നായി കൃത്യമായി നടക്കുന്നു. Very jam packed. എല്ലാം വളരെ So we are good. എല്ലാം നന്നായിരിക്കുന്നു. And individually people are thinking, ഓരോരുത്തർ വ്യക്തിപരമായി even if I don't go, that's fine because everybody else is there. ഞാൻ പോയില്ലെങ്കിലും കുഴപ്പമില്ല, മറ്റു പലരും ഉണ്ടല്ലോ അതിനകത്ത്. But the problem here in this church is Jesus is telling them, ഈ സഭയുടെ പ്രശ്നം ഇതാണ്. യേശുക്രിസ്തു പറയുന്നു, I know your works, that you are neither cold or hot. I wish you were cold or hot. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. You are lukewarm. നീ ശീതോഷ്ണവാനാണ്. I'm going to vomit you out of my mouth. ഞാൻ എന്റെ വായിൽ നിന്ന് ഉമിഴ്ന്നു കളയും. You say, I am rich, I have become wealthy and need nothing. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല. You don't realize you are wretched, pitiful, poor, blind and naked. നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയുന്നില്ല. Jesus says a lot of things, and Jesus says something, as many as I love, I rebuke and discipline. So be jealous and repent. അതുകൊണ്ട് അവരോട് പറയുന്നത് മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. And the ones I love, I rebuke. ഞാൻ സ്നേഹിക്കുന്നവരെ ഞാൻ ശാസിക്കുന്നു, ജാഗ്രതയുള്ളവരായിരിക്കുവിൻ.
And then Jesus says, I stand at the door and knock. അതിനുശേഷമാണ് യേശുക്രിസ്തു പറയുന്നത്, ഞാൻ വാതിൽക്കൽ That നിന്ന് മുട്ടുന്നു. means Jesus was outside this church. കാരണം നമുക്ക് മനസ്സിലാകും, അപ്പോൾ നമുക്ക് മനസ്സിലാകും യേശു ക്രിസ്തു ആ സഭയുടെ What is the name? Laodicean church. Laodicean church. ലവോദിക്യ സഭ. Members of Laodicean church. ലവോദിക്യ സഭയിലെ അംഗങ്ങൾ. I belong to the Laodicean church. ഞാൻ ലവോദിക്യ സഭയിലെ അംഗമാണ്. But where is Jesus? എന്നാൽ യേശു ക്രിസ്തു എവിടെ? He is standing, poor Jesus is standing outside and knocking. യേശു ക്രിസ്തു വെളിയിൽ നിന്ന് മുട്ടുന്നു. Because he doesn't have a place inside. കാരണം യേശു ക്രിസ്തുവിന് അകത്തൊരു സ്ഥാനമില്ല. You know, they locked it up. അവരെ അടച്ചു പൂട്ടിക്കളഞ്ഞു. Because Jesus says, if anybody opens, I will come in. യേശു ക്രിസ്തു പറയുന്നത്, ആരെങ്കിലും തുറന്നാൽ ഞാൻ അകത്ത് വരും. Because you have closed it completely, I am not even able to come in. നിങ്ങൾ പൂട്ടിയിരിക്കുന്നത് കാരണം എനിക്ക് അകത്ത് വരുവാൻ സാധിക്കുന്നില്ല. You know, sometimes churches are closed for Jesus because of programs. പലപ്പോഴും യേശുക്രിസ്തുവിനെ അടച്ചിരിക്കുകയാണ് സഭ മറ്റു പ്രോഗ്രാമുകൾ കാരണം. There are a lot of things happening. ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്. Everything happening. എല്ലാം നടക്കുന്നുണ്ട്. It doesn't matter to me. അത് വിഷയമല്ല. I am very busy with my own programs. എന്റെ സ്വന്തം പരിപാടികളാൽ ഞാൻ ബിസിയാണ്. I have to go there, here. I have so many plans. Summer has come. You know, all things are happening, and I have so many things. Don't disturb me. Lord Jesus, you stand outside, but I am busy. But I have a label that I belong to you. എല്ലാ പ്രോഗ്രാമുകളും അവിടെ ഇരിക്കട്ടെ, പക്ഷെ വേനൽ വന്നിരിക്കുന്നു, എനിക്ക് എൻ്റെതായിട്ടുള്ള പ്രോഗ്രാമുകളുണ്ട്, എനിക്ക് എൻ്റെ പരിപാടികളുണ്ട്, എല്ലാം ശരി തന്നെ. യേശുക്രിസ്തു അവിടെ നിൽക്കുക, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ലവോദിക്യ സഭയിലെ അംഗമാണ്. That's why I call us indifferent spirit. അതാണ് ഈ ഒരു താല്പര്യമില്ലാത്ത The problem with the church is, you know, when people look outside, everything looks very good. ഈ സഭയുടെ പ്രശ്നം, വെളിയിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാം നന്നായിരിക്കുന്നു. And now, what is church? Church is made up of people. സഭ എന്താണ്? സഭ മനുഷ്യരാൽ. Church is not a building. സഭ എന്ന് പറഞ്ഞാൽ ഈ കെട്ടിടം ഒരു കെട്ടിടമല്ല. Churches will have buildings, can have buildings, but building itself is not church. Church is made up of people. സഭകൾക്ക് കെട്ടിടം ഉണ്ടാകാം, എന്നാൽ സഭ തന്നെ കെട്ടിടമല്ല. And especially in the 1st century and 2nd century, they didn't have any buildings. They used to gather. So church was group of people who will gather. 1 ഉം 2 ഉം നൂറ്റാണ്ടുകളിൽ സഭകളിൽ അങ്ങനെ ഒരു കെട്ടിടം പോലും ഇല്ലായിരുന്നു. അവർ ഒന്നിച്ചു കൂടിയെടുത്ത് സഭയായി. So a couple of things. Number one, I said Jesus himself warned that love will grow cold. ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞു. യേശുക്രിസ്തു തന്നെ പറഞ്ഞു അനേകരുടെ സ്നേഹം തണുത്തു പോകും. Paul warns that, you know, love can grow cold, people will become lovers of themselves. പൗലോസ് പറഞ്ഞു സ്നേഹം അത് തണുത്തു പോകും, സ്വയം സ്നേഹികളായി മാറും. Then sinfulness and slackness can come in people's life. We see that Ephesian church lost their first love, and Laodicean church doesn't even realize what they lost. And Jesus is also outside now. എഫെസ്യ സഭയെ കുറിച്ച് നാം പഠിക്കുകയാണെങ്കിൽ ആദ്യ സ്നേഹം നശിച്ചു പോകും. ലവോദിക്യ സഭയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് തന്നെ അറിയില്ല എന്താണ് അവരുടെ പ്രശ്നമെന്ന്. So the question is, where is our love today? ചോദ്യം ഇതാണ്, നമ്മുടെ സ്നേഹം എവിടെ ഇരിക്കുന്നു ഇപ്പോൾ? Do we really love our Lord? നാം യഥാർത്ഥമായി നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുന്നു? Do we really love God? നാം നമ്മുടെ ദൈവത്തെ സ്നേഹിക്കുന്നു? What motivates us? നമ്മെ മുന്നോട്ട് നയിക്കുന്നത് എന്താണ്? What motivates us? നമ്മെ നയിക്കുന്നത് എന്താണ്? On a Sunday morning, what motivates me to come to the church? ഞായറാഴ്ച രാവിലെ സഭായോഗത്തിന് വരുവാൻ എന്നെ ഉണർത്തുന്ന വിഷയം എന്താണ്? Is it that I have an opportunity to preach here? എനിക്ക് ഇവിടെ പ്രസംഗിക്കാൻ ഒരു അവസരം ലഭിക്കുന്നു. I'm waiting for days when somebody else will be there and I can relax. ഞാൻ ഒരു നാളിനായി കാത്തിരിക്കുന്നു, മറ്റൊരു വ്യക്തിയുണ്ട്, എനിക്ക് റിലാക്സ് ചെയ്യാൻ. Is it because I get to sing here, that's why I come to the church? ഇവിടെ എനിക്ക് പാടുവാൻ കഴിയുന്നത് കൊണ്ടാണോ ഞാൻ വരുന്നത്? Is it because I have something to do here, that's why I come to the church? വേറെ എന്തെങ്കിലും എനിക്ക് ചെയ്യാനുള്ളത് കൊണ്ടാണോ? If it's a Sunday and I don't go to church, what will happen? Is that the reason I go to church? ഞായറാഴ്ച ഞാൻ സഭായോഗത്തിന് പോയില്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവും, അതുകൊണ്ടാണോ ഞാൻ? Why do you pray on Monday? തിങ്കളാഴ്ച പ്രാർത്ഥിക്കുന്നത്? Why do you do things you do called as quote unquote spiritual things? ആത്മീക വിഷയങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങൾ നാം ചെയ്യുന്നത്. What is the motivation behind that? അത് ചെയ്യുവാൻ നമ്മെ What നയിക്കുന്നത് motivates you to do it? അതിനെ നമ്മെ ഊർജ്ജം നൽകുന്നത് എന്താണ്? What motivates you to do that? അങ്ങനത്തെ വിഷയങ്ങൾ ചെയ്യുവാൻ നമ്മളെ Is it primarily love for your Lord or something else? ആദ്യമായി പ്രധാനമായി ദൈവത്തോടുള്ള സ്നേഹമാണോ നമ്മെ പ്രേരിപ്പിക്കുന്നത്? You know, I realize one thing in my own life. I don't know about you, but I realize something in my own life. എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല. If I love something, ഞാൻ ഒരു കാര്യത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ everything else will be the second priority. മറ്റ് എല്ലാം അതിന് രണ്ടാം ഗണമേ ഞാൻ കൊടുക്കുകയുള്ളൂ. And if I don't love something, ഞാൻ ഒരു വിഷയം സ്നേഹിക്കുന്നില്ല, I can find many things to bring us excuse.
to not do what I want to do. ഞാനൊരു കാര്യം സ്നേഹിക്കുന്നില്ല എങ്കിൽ അത് ചെയ്യാതിരിക്കുവാൻ 100 വിഷയങ്ങൾ കാരണങ്ങൾ പറഞ്ഞ് ഊരുവാൻ കഴിയും. You know, every time when my children were born, എന്റെ കുഞ്ഞുങ്ങൾ ജനിച്ച സമയത്ത് I always had one desire. എനിക്കൊരു ആഗ്രഹം They should not be മാത്രം. born on Sunday. അവർ ഞായറാഴ്ച ദിവസം ജനിക്കരുത്. My last child was born on Sunday night. എന്റെ മൂന്നാമത്തെ കുഞ്ഞ് ഞായറാഴ്ച രാത്രിയാണ് And I ജനിച്ചത്. told my wife, ഞാൻ എന്റെ ഭാര്യയോട് ഇങ്ങനെ പറഞ്ഞു, even if it is to be born on Sunday, ഞായറാഴ്ചയാണെങ്കിലും it should happen in the evening. അത് വൈകുന്നേരമേ And സംഭവിക്കും. God honored my desire. ദൈവം എന്റെ ആഗ്രഹത്തെ After മാനിച്ചു. the service, I went home. I took a nap. Afterwards, we went to the hospital. That night, she was born. അന്ന് സഭായോഗം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി ഒരു ചെറിയൊരു ഉറക്കമുറങ്ങി ഉണർന്ന് അന്ന് രാത്രിയാണ് മോൾ But ജനിച്ചത്. if I don't love what I do here, ആ ഒരു സ്നേഹം എനിക്കില്ല എങ്കിൽ ഞാൻ എന്ത് I ചെയ്യും? would say, Lord, please let my wife get submitted Saturday night so that I can skip my Sunday. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, ശനിയാഴ്ച ദിവസം ദൈവമേ ശനിയാഴ്ച ദിവസം ഹോസ്പിറ്റലിൽ പോകാൻ ഇടയാക്കണമേ, ആ ഞായറാഴ്ച ഒന്ന് മിസ്സായി കിട്ടുവാൻ. You understand? I have seen many times in my life, if I don't love doing something, I can bring so much of excuses so that I can somehow skip from that. ഞാൻ സ്നേഹിക്കാത്ത ഒരു വിഷയമുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കുവാൻ പല ഒഴിവ് കഴിവുകൾ പറഞ്ഞ് രക്ഷപ്പെടുവാൻ കഴിയും. Whenever somebody says, you know, when it comes to spiritual matters, this, that, those, I'm not talking about genuine problems, but, you know, all the other things, excuses and all those things. Deep inside of my heart, I know they don't love doing this. They don't like doing this. That's the reason. Because if you like doing this, everything else in this world can stop. Because there are people who do that. ഞാൻ പറയട്ടെ, ആത്മീക വിഷയങ്ങളിൽ നിങ്ങൾ ശരിക്കും സ്നേഹത്തോടുകൂടെ ഒരു കാര്യം ചെയ്യുന്നു എങ്കിൽ മറ്റ് ഏതൊരു വിഷയം വന്നാലും അതിനെ മാറ്റിവെച്ച് ഇത് ചെയ്യുവാൻ, ഇതിൽ പൂർണ്ണ മനസ്സ് വയ്ക്കുവാൻ നമുക്ക് സാധിക്കും. There are people who don't take up good job offers because it conflicts with what they are supposed to do for their God or what they believe in. ദൈവത്തിന് വേണ്ടി ചെയ്യുവാൻ കഴിയാത്തത് കൊണ്ട് നല്ല ജോലി അവസരങ്ങൾ സ്വീകരിക്കാത്തവരെ എനിക്കറിയാം. There are people who fight to a large extent so that they can carve out time during their work times to perform their religious duties. ജോലി സ്ഥലത്ത് അവർ വളരെ ശണ്ടയുണ്ടാക്കി സമയം മാറ്റിവെച്ച് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നവരെ അറിയാം. We may say they are not driven by love. അവർ സ്നേഹത്താലല്ല അവർ നയിക്കപ്പെടുന്ന നമുക്ക് ചിന്തിക്കാം. We may say, oh, they are just religious faith and all those things, but at least they go to any extent to do that. നാം പറയാം അത് സ്നേഹമല്ല, ചില മതപരമായ നിഷ്ഠകൾ ചെയ്യുവാൻ വേണ്ടി മാത്രമാണ് അവർ ചെയ്യുന്നത് എങ്കിലും അവർ അത് ചെയ്യുവാൻ അവരുടെ പരിധിക്ക് അറ്റം വരെയും പോകും. Again, don't misunderstand me. I am not asking you to do anything this morning. My question is very simple. Do you love Jesus? എന്നെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുതേ. എന്തെങ്കിലും ഒരു പ്രത്യേക പ്രവൃത്തി ചെയ്യുവാനല്ല ഞാൻ ഈ പറയുന്നത്. ഈ ചോദ്യം ഇതാണ്, യേശുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നോ? There were times when I used to say, do this, do that, do that. But Lord told me, you don't have to tell, right? You don't have to tell like that. Lord, that there is something going on. What I am asking is, do you simply love Jesus? എൻ്റെ ജീവിതത്തിൽ ഒരു സമയമുണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെ അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ദൈവം എന്നോട് പറഞ്ഞു, അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ചോദ്യം ഇത്, ശരി യഥാർത്ഥമായി യേശുവിനെ സ്നേഹിക്കുന്നോ? If you love Jesus, how much do you give thought for matters regarding Jesus? യേശുവിനെ നിങ്ങൾ യഥാർത്ഥമായി സ്നേഹിക്കുന്നുവെങ്കിൽ യേശുവിനെ കുറിച്ചുള്ള വിഷയങ്ങളിൽ എത്രയധികം പ്രാധാന്യം നിങ്ങൾ കൊടുക്കുന്നു? Do you really love Jesus? യഥാർത്ഥമായി യേശുവിനെ സ്നേഹിക്കുന്നോ? Does your heart beat for Jesus? യേശു ക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം തുടിക്കുന്നുണ്ടോ? Or Jesus is a headache for you? അതോ യേശു ക്രിസ്തു നിങ്ങൾക്കൊരു തലവേദനയാണോ? It is the whole experience of Christian life is a labor for you. ആ ഒരു ക്രിസ്തീയ ജീവിത അനുഭവം അതൊരു പ്രയാസപ്പെടുത്തുന്ന ഒരു ജീവിതമാണോ? It is something you are dragging with. അത് എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്യുവാൻ വേണ്ടി നടത്തുന്നതാണോ? What about the things you do for the Lord? ദൈവത്തിന് കർത്താവിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ do you do with joy in your heart? അത് സന്തോഷത്തോടെയാണോ ചെയ്യുന്നത്? Are you excited about doing it? അത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആനന്ദമുണ്ടോ? Why do you do it? അതെന്തുകൊണ്ട് ചെയ്യുന്നു? Is it because you will be seen, your visibility will increase? Do you do that, or do you do it because you love your Jesus? നിങ്ങൾ അത് ചെയ്യുന്നത് കൊണ്ട് മറ്റുള്ളവർ നിങ്ങളെ കുറച്ചുകൂടെ നന്നായി കാണുമെന്നുള്ള ചിന്തിച്ചിട്ടാണോ അതെ യഥാർത്ഥമായി യേശുവിന് വേണ്ടി ചെയ്യുന്നു? I tell you, as a person who is online every day, there can be two motives. One is to be visible by others, and the other thing is, you know, I want to do it for the Lord. എല്ലാ ദിവസവും ഓൺലൈൻ ആയിരിക്കുന്ന ഒരു വ്യക്തി, എല്ലാ ആഴ്ചയിലും ഓൺലൈൻ ആയിരിക്കുന്ന ഒരു വ്യക്തി എന്ന തലത്തിൽ ഞാൻ പറയട്ടെ,
ഇങ്ങനെ നാം ചെയ്യുന്ന പ്രവൃത്തികൾ മറ്റുള്ളവർ കാണണമെന്നുള്ള ആഗ്രഹത്തിലാണോ അതെ യഥാർത്ഥമായി യേശുവിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണോ? One day somebody went and had a big fight with the media, not here, somewhere else. ഇവിടെ അല്ല, മറ്റൊരു സ്ഥലത്ത് മീഡിയ ടീമുമായിട്ട് ഒരു വലിയ പ്രശ്നമുണ്ടായി. Because the camera's angle was not correct. കാരണം ആ ക്യാമറ വെച്ചിരിക്കുന്ന രീതി ശരിയായില്ല. So there is a point in that. അതിലൊരു വിഷയമുണ്ട്. But don't need to fight for that. എന്ന് പറഞ്ഞ് അതിനു വേണ്ടി അടികൊണ്ടേണ്ട ആവശ്യമില്ല. Because it doesn't matter. The angle of the camera went wrong. That's not the key there. Something bigger is there. കാരണം അത് വിഷയമല്ല, ക്യാമറയുടെ ആംഗിൾ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് കാര്യമല്ല, അതിനേക്കാളും പ്രധാനമായ വേറൊരു കാര്യമുണ്ട്. Again the question is, do we really love our Jesus? വീണ്ടും ചോദ്യം ഇതാണ്, യഥാർത്ഥമായി യേശുവിനെ സ്നേഹിക്കുന്നു? Why do you love Jesus? എന്തുകൊണ്ട് യേശുവിനെ സ്നേഹിക്കുന്നു? Let me tell you, our Father loved us. ഞാൻ പറയട്ടെ, നമ്മുടെ പിതാവ് നമ്മെ സ്നേഹിച്ചു. And he gave Jesus to us. പിതാവ് തന്റെ പുത്രനെ നമുക്ക് വേണ്ടി നൽകി. Jesus loved us. യേശു നമ്മെ സ്നേഹിച്ചു. He gave himself for us. യേശു തന്നെ നമുക്ക് വേണ്ടി നൽകി. He died for us. നമുക്ക് വേണ്ടി മരിച്ചു. He gave his life for us. തന്റെ ജീവനെ നമുക്ക് വേണ്ടി നൽകി. And Jesus said, യേശു പറഞ്ഞു, love the Lord your God. That is the first command. ഒന്നാമത്തെ കൽപ്പന, നിങ്ങളുടെ ദൈവത്തെ സ്നേഹിക്കുക. And so without that love, something is drastically wrong in our Christian life. ആ സ്നേഹമില്ല എങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ എന്തോ വളരെ ഗുരുതരമായ പ്രശ്നമുണ്ട്. And don't live a life where you are doing Christian life for the sake of doing it. I tell you, it's meant to be more beautiful than that. ക്രിസ്തീയ ജീവിതം അത് വെറുതെ അത് ജീവിക്കുവാൻ വേണ്ടി മാത്രം ചെയ്യരുത്, അതിനേക്കാൾ വളരെ മനോഹരമായതാണ്. When we love Jesus, യേശുവിനെ സ്നേഹിക്കുമ്പോൾ our priorities will change. നമ്മുടെ മുൻഗണനകൾക്ക് വ്യത്യാസമുണ്ടാകും. Our priorities will change. നമ്മുടെ പ്രയോറിറ്റിക്ക് വ്യത്യാസമുണ്ടാകും. Our positions will change. നമ്മുടെ സ്ഥാനങ്ങൾക്ക് വ്യത്യാസമുണ്ടാകും. Do you know what happened to Saul after he got converted? ശൗല് മാനസാന്തരപ്പെട്ടതിന് ശേഷം എന്ത് സംഭവിച്ചെന്നറിയാമോ? He was a leader in the Sanhedrin. He was a leader, the Jewish leader. സനഹദ്രീൻ സംഘത്തിൽ താൻ ഒരു യഹൂദന്മാരുടെ ഇടയിൽ താൻ ഒരു വലിയ നേതാവായിരുന്നു. And he was leading people. അനേകരെ നയിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി. After meeting Jesus, യേശുവിനെ കണ്ടുമുട്ടിയതിനു ശേഷം he left everything. അതെല്ലാം മാറ്റിവെച്ചു. And he says everything I consider them as rubbish. എല്ലാം ചപ്പെന്നും ചവറെന്നും എണ്ണുന്നു. Lifestyle will change. ജീവിത ശൈലിക്ക് വ്യത്യാസം വരുന്നു. Peter went back to fishing. പത്രോസ് മീൻ പിടിക്കാൻ മടങ്ങിപ്പോയി. I want to remind you, Peter went back to fishing, but Jesus confronted him. ഞാൻ ഓർമ്മിപ്പിക്കുന്നു, പത്രോസ് മീൻ പിടിക്കുവാൻ മടങ്ങിപ്പോയി, എന്നാൽ യേശു വീണ്ടും തന്നെ കണ്ടുമുട്ടുന്നു. And Jesus asked him, Simon Peter, do you love me? യേശു ചോദിക്കുന്നു, ശിമോൻ പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നോ? And he says, Lord, you know everything. You know that I love you. പത്രോസ് പറയുന്നു, കർത്താവേ, അവിടുന്ന് എല്ലാം അറിയാം, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. Even though Peter loved Jesus, his actions were contrary to what Jesus expected from him. പത്രോസ് യേശുവിനെ സ്നേഹിച്ചു എങ്കിലും തന്റെ പ്രവൃത്തികൾ യേശു ആഗ്രഹിക്കുന്നതിന് വിപരീതമായി. There was a time where he had actually lost the purpose and he went back. He thought, okay, I will manage it with fishing and I don't know what is going to happen with Jesus, but I'm going to continue. And Jesus restored him back. പത്രോസിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സമയമുണ്ടായി. യേശു ക്രിസ്തുവിന് എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല, എനിക്കത് മനസ്സിലാകുന്നില്ല, ഞാൻ എൻ്റെ വഴി പോകുന്നു, ഞാൻ മീൻ പിടിക്കുവാൻ പോകുന്നു. After confronting Jesus, after that confrontation with Jesus, Peter leaves everything, he goes back. Now he is in the room, in the upper room, and he is now waiting for the promise of Jesus, the Holy Spirit. എന്നാൽ ആ സ്ഥാനത്ത് നിന്ന് യേശു ക്രിസ്തുവിനെ വീണ്ടും കണ്ടുമുട്ടിയതിനു ശേഷം പത്രോസ് മർക്കോസിന്റെ മാളികമുറിയിൽ ഇരിക്കുകയാണ്, കാത്തിരിക്കുകയാണ്. His life changed. പത്രോസിന്റെ ജീവിതത്തിന് വ്യത്യാസം വന്നു. And I told about the viewpoint earlier. Our viewpoint about life will change. ഞാൻ നേരത്തെ നമ്മുടെ ആ ദൃഷ്ടാന്തത്തെ കുറിച്ച് പറഞ്ഞു, നമ്മുടെ വീക്ഷണത്തെ കുറിച്ച് പറഞ്ഞു, അതിന് വ്യത്യാസമുണ്ടാകും. Rather than thinking and viewing everything from a worldly perspective, we will start seeing things from a spiritual perspective. നാം കാണുന്നതെല്ലാം ലോകത്തിന്റെ രീതിയിൽ കാണാതെ ആത്മീക രീതിയിൽ ആത്മീക ദർശനം നമുക്കുണ്ടാകും. If we don't do that, നാം അത് ചെയ്തില്ല എങ്കിൽ we will not be able to prosper as God wants us to prosper. നാം എങ്ങനെ അഭിവൃദ്ധി പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, ആ തലത്തിൽ നമുക്ക് ജീവിക്കുവാൻ കഴിയുകയില്ല. Let me tell you something. ഞാൻ ഒരു കാര്യം പറയട്ടെ. I said an example in the beginning saying, I have heard of people who with tears say how their parents faithfully lived for the Lord and how now they are blessed because of that. ഞാൻ ആരംഭത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞു.
ഞാൻ ഇങ്ങനെയുള്ളവരെ കേട്ടിട്ടുണ്ട്, കണ്ണീരോടുകൂടി പറയുന്നത്, എൻ്റെ മാതാപിതാക്കൾ അവർ ദൈവത്തെ സേവിച്ചതുകൊണ്ട് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. But they will add one more thing. അവർ ഒരു കാര്യം കൂടെ പറയും, We are nothing. ഞാനൊന്നുമല്ല, We are not able to do anything. എനിക്കൊന്നും ചെയ്യുവാൻ സാധിക്കില്ല. You go back to the forefathers. പൂർവ്വപിതാക്കന്മാരിലേക്ക് മടങ്ങിപ്പോകുക. Ask them, what would you prefer? അവരോട് ചോദിക്കുക, അവരെന്താഗ്രഹിക്കും? Children blessed financially in every way and leading a life without giving regard to God, or would you prefer nothing in life but a life devoted to Christ? ഈ ലോകത്തിന്റെ തലത്തിൽ അനുഗ്രഹിക്കപ്പെടുന്നതാണോ അവർ ആഗ്രഹിക്കുന്നത്? അതോ ഈ ലോകത്തിൽ ഒന്നുമില്ല എങ്കിലും യേശു ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം അവർക്കുണ്ടോ എന്ന്? They will tell something. അവരൊന്ന് പറയും, When we saw Jesus, ഞാൻ യേശുവിനെ കണ്ടപ്പോൾ we left everything. ഞാൻ എല്ലാം വിട്ടു. We followed Jesus. ഞങ്ങൾ യേശുവിനെ പിൻപറ്റി. We followed Jesus. We kept our faith. ഞങ്ങൾ യേശുവിനെ പിൻപറ്റി, ഞങ്ങൾ വിശ്വാസം കാത്തു. We wish our children, rather than being blessed with the best of things of this world, they would be blessed spiritually. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതാണ്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ നന്മകളെക്കാളും ആത്മീകപരമായി അവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് കാണുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. At that time they left everything and they had difficulty in eating food. They had difficulty with many things. They were mocked by people around them. They had a lot of problems in their life. But one thing they can be proud of, they loved their Jesus. അവരെല്ലാം വിട്ടിറങ്ങിയ സമയത്ത് അവർക്കെല്ലാം നഷ്ടപ്പെട്ടു. അവർക്ക് ഭക്ഷണമില്ലാതെ അവർ കിടന്നു. അവർക്ക് മറ്റ് പ്രശ്നങ്ങളുണ്ടായി. അവർ മറ്റ് ജനം അവർ ബന്ധുക്കൾ മിത്രങ്ങൾ അവരെ കളിയാക്കി. എന്നാൽ അവർക്ക് പറയുവാൻ കഴിയും, എല്ലാം നഷ്ടപ്പെട്ടെങ്കിലും ഞങ്ങൾ യേശുവിന് വേണ്ടി ജീവിക്കുന്നു. When we lead a life in this world and when we say we love Jesus, always remember, it doesn't matter what we have in this world. We have to look at things from a spiritual viewpoint. നാം യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നു എന്ന് നാം പറയുമ്പോൾ ഈ ലോകത്തിൽ നോക്കാതെ, ഈ ലോകത്തിൽ എന്തുള്ളതെന്നുള്ളത് വിഷയമല്ല, എന്നാൽ നമുക്ക് ആത്മീകമായി നമുക്ക് എന്തുണ്ട് എന്ന് മനസ്സിലാക്കണം. If you are given a choice about your own child, they can be the best football player or they could be the governor of the state, but not having love for Jesus. On the other side, they can be an ordinary person, but loving Jesus and serving Jesus. What would you really pick? നിങ്ങൾക്ക് ഇങ്ങനെ ഒരു തീരുമാനം നിങ്ങളുടെ മുൻപിൽ ഇരിക്കുന്നു എന്ന് വിളിക്കുക. നിങ്ങളുടെ കുഞ്ഞ് അവർ വളർന്നു വരുമ്പോൾ ഏറ്റവും നല്ല ഫുട്ബോൾ പ്ലെയർ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന്റെ ഗവർണർ ആകും, പക്ഷേ അവർ യേശുവിനെ അറിയുകയില്ല. അല്ലെങ്കിൽ അവരൊരു സാധാരണക്കാരനായി ജീവിക്കും, എന്നാൽ യേശുവിനെ അറിഞ്ഞു ജീവിക്കുമെന്ന് ചോദിച്ചാൽ എന്ത് തീരുമാനിക്കും? I know our knowledge will help us to give a good answer that I will prefer to. That is our knowledge-based answer. But I want to ask you, what is your heart-based answer? നമ്മുടെ ബുദ്ധി നമ്മെ അതിന് ഒരു ഉത്തരം പറയുമെന്ന് എനിക്കറിയാം, എന്നാൽ ശരിക്കും ഹൃദയം എന്ത് പറയുന്നു? What would you prefer? എന്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നു? Will you prefer, if they are nothing, still I want them to lead a life loving Jesus? ഇങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുമോ? അവർ ഒന്നുമല്ല എങ്കിലും അവർ യേശുവിനെ പിൻപറ്റുന്നത് ഞാൻ കാണുവാൻ ആഗ്രഹിക്കുന്നു. Or would you say, okay, somehow they should still go to church, but at the same time they need to become somebody big in this world? അതോ നിങ്ങൾ ഇങ്ങനെ പറയുമോ, അവർ സഭായോഗങ്ങളൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി, എന്നാൽ ഈ ലോകത്തിൽ ആരെങ്കിലും ഒരു വലിയ സ്ഥാനത്തിൽ അവരെത്തണമെന്ന് അങ്ങനെ ആഗ്രഹിക്കുമോ? Your answer will depend on how much you love your Jesus. നിങ്ങളുടെ ഉത്തരം നിങ്ങൾ എത്രമാത്രം യേശുവിനെ സ്നേഹിക്കുന്നു എന്നനുസരിച്ചിരിക്കും. If you truly love Jesus, നിങ്ങൾ യഥാർത്ഥമായി യേശുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ you will tell, even though they may not become anything, I want them to love my Jesus. അവരൊന്നുമായില്ല എങ്കിലും അവർ യേശുവിനെ സ്നേഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. But in practical life, many times we devote our attention, our finances, our resources, everything to make them something big in this world at the cost of them losing the reverence and love for Jesus. എന്നാൽ പ്രായോഗികമായി നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും നമ്മുടെ സമയം, നമ്മുടെ ധനം എല്ലാം നാം മാറ്റിവെക്കുന്നത് ഈ ലോകത്തിൽ എന്തെങ്കിലും ആകുവാൻ വേണ്ടിയാണ്, അല്ലാതെ യേശുവിനെ പിൻപറ്റുവാൻ നാം എത്ര ചെലവഴിക്കുന്നു? Let me conclude here. I think I have said what I wanted to say, but not in the way I wanted to say, but in some way I want to ask you this question: do you really love Jesus? ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരിക്കൽ കൂടെ ചോദിക്കട്ടെ. ഞാൻ പറയുവാൻ ആഗ്രഹിച്ചത് ഞാൻ പറഞ്ഞു എന്ന് തന്നെ വിശ്വസിക്കുന്നു. നിങ്ങൾ യഥാർത്ഥമായി യേശുവിനെ സ്നേഹിക്കുന്നു? David with confidence is saying, I love my Lord, my strength.
ദാവീദ് വളരെ ധൈര്യത്തോടെ താൻ പറയുന്നു, എൻ്റെ ബലമായ യഹോവയെ ഞാൻ സ്നേഹിക്കുന്നു. It's a personal statement. I love you, Lord, my strength. അതൊരു വ്യക്തിപരമായ ഒരു വാക്യമാണ്. ഞാൻ യഹോവയെ അവിടുത്തെ ഞാൻ സ്നേഹിക്കുന്നു. Where is your heartbeat today? നിങ്ങളുടെ ഹൃദയം എവിടെ തുടിക്കുന്നു? What are the things for which our heart beats today? നിങ്ങളുടെ ഹൃദയം ഏത് വിഷയത്തിന് വേണ്ടി തുടിക്കുന്നു? You know, there is a quote from Adoniram Judson. I use it all across wherever I speak nowadays. For some time I'm speaking. Let me say that once again here. അഡോണിറാം ജഡ്സൺ ഇങ്ങനെ ഒരു പദപ്രയോഗം പറയുകയുണ്ടായി. ഞാൻ പലയിടത്തും പറയുന്ന വിഷയമാണ്. A life one spent is irrevocable. ഒരു ജീവിതം അത് ജീവിച്ചു കഴിഞ്ഞാൽ അതിന് എടുക്കുവാൻ കഴിയില്ല. It will remain to be contemplated through eternity. അത് നിത്യതയിൽ മുഴുവൻ അത് അങ്ങനെ തന്നെ നിൽക്കും. If it be marked with sins, that marks will be indelible. അത് പാപത്താൽ നിറഞ്ഞിരിക്കുന്ന ഒരു ജീവിതമാണെങ്കിൽ, If it has been a useless life, it can never be improved. അതൊരു പ്രയോജനമില്ലാത്ത ജീവിതമാണെങ്കിൽ അതൊരിക്കലും ഇനി നന്നാക്കുവാൻ കഴിയുകയില്ല. Such it will stand forever and ever. അത് അങ്ങനെ തന്നെ നിത്യതയോളം നിൽക്കും. The same may be said of each day. എല്ലാ ദിവസത്തെയും കുറിച്ച് അങ്ങനെ തന്നെ പറയുവാൻ സാധിക്കും. This morning, every day, every hour, the life we have, ഇന്ന് പ്രഭാതത്തിൽ എല്ലാ ദിവസവും എല്ലാ മണിക്കൂറും നമ്മുടെ ജീവിതം, it is precious. അത് വിലയേറിയതാണ്. What we do with this life here, നമ്മുടെ ജീവിതം ഇവിടെ എങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളത്, it will stand in eternity. അത് നിത്യതയോളം നിലനിൽക്കുന്നതാണ്. What I spoke today here, ഞാൻ ഇന്ന് സംസാരിച്ചത്, it will stay in eternity. അത് നിത്യതയോളം നിലനിൽക്കുന്നതാണ്. What I do today, ഞാൻ ഇന്ന് പ്രവർത്തിക്കുന്നത്, it will stay in eternity. അത് നിത്യതയിൽ നിലനിൽക്കുന്നതാണ്. The things we do, things we ignore, it will stand in eternity. നാം ചെയ്യുന്നത്, നാം അവഗണിക്കുന്ന കാര്യങ്ങൾ എല്ലാം നിത്യതയിൽ അത് നിൽക്കും. Can we confidently say, when I say confidently, I'm not going to say confidently, can we say from the depth of our heart this morning that I love you, my Lord, my strength? നമുക്ക് ധൈര്യത്തോടെ നമുക്ക് നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പറയാമോ, കർത്താവേ അവിടുന്ന് ഞാൻ സ്നേഹിക്കുന്നു, എൻ്റെ ബലമായ യഹോവേ. If you really love your Lord, നിങ്ങൾ യഥാർത്ഥമായി കർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ your priorities in life will be different. നിങ്ങളുടെ ജീവിതത്തിലെ പ്രയോറിറ്റികൾ വ്യത്യാസമുള്ളതായിരിക്കും. Sacrificial level will be different. നിങ്ങളുടെ ത്യാഗങ്ങൾ വ്യത്യാസമുള്ളതായിരിക്കും. You will never sacrifice spiritual things for anything worldly. ആത്മീകമായ കാര്യങ്ങൾ മാറ്റിവെച്ച് ഈ ലോകത്തിലുള്ള ഒരു കാര്യത്തിനു വേണ്ടി നാം സമയം ചെലവഴിക്കില്ല. If your love is cold, എന്നാൽ നമ്മുടെ സ്നേഹം തണുത്തിരിക്കുന്നുവെങ്കിൽ you will sacrifice spiritual things for the things of this world. ആത്മീകമായ കാര്യങ്ങൾ മാറ്റിവെച്ച് ഈ ലോകത്തിലെ കാര്യങ്ങളുടെ പിന്നാലെ പോകും. What is your view today? നിങ്ങളുടെ ദൃഷ്ടി എങ്ങനെയിരിക്കുന്നു? Worldly or spiritual? ദർശനം അത് ആത്മീകമാണോ ലോകത്തിലാണോ? Think about what are the things you sacrificed last 1 week or 2 weeks. കഴിഞ്ഞ 1-2 ആഴ്ച നിങ്ങൾ മാറ്റിവെച്ച വിഷയങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. What are the things you ignored last few weeks? കഴിഞ്ഞ ആഴ്ചകളിൽ അവഗണിച്ച വിഷയങ്ങൾ എന്തെല്ലാം? What are the things you went ahead at a great cost? തീക്ഷ്ണതയോടെ മുന്നോട്ട് ചെയ്ത കാര്യങ്ങൾ എന്തെല്ലാം? What are the things you said, no, I'm going to continue to do it? ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണ്, ഇല്ല ഞാൻ അത് തീർച്ചയായും ചെയ്യുമെന്ന്? What are the things you gave priority? എന്തിനെല്ലാമാണ് മുൻഗണന കൊടുത്തത്? The answer will be very simple. ഉത്തരം വളരെ എളുപ്പമാണ്. It will be simple for each one of us. ഓരോരുത്തർക്കും അത് വളരെ ലളിതമായ ഉത്തരം. This morning, let me conclude by saying this. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. Jesus said, the first command is love the Lord your God. യേശു ക്രിസ്തു പറഞ്ഞു, ഒന്നാമത്തെ കൽപ്പന നിങ്ങളുടെ കർത്താവായി ദൈവത്തെ സ്നേഹിക്കുക. With all your heart, with all your soul, with all your mind. നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോട്, പൂർണ്ണ ശക്തിയോട്, പൂർണ്ണ മനസ്സോടുകൂടി. And Jesus said, this is the first command. യേശു ക്രിസ്തു പറഞ്ഞു, ഇതാണ് ആദ്യത്തെ greatest command, actually. Yeah, greatest command. ഏറ്റവും വലിയതും ആദ്യത്തുമായിട്ടുള്ള കൽപ്പന. Then he said, love your neighbors. അതുകൂടെ പറഞ്ഞു, കൂട്ടുകാരനെ സ്നേഹിക്കുക. This morning, you can't love your neighbors until you really love Jesus. പ്രഭാതത്തിൽ നിങ്ങൾ യഥാർത്ഥമായി യേശുവിനെ സ്നേഹിക്കുന്നില്ല എങ്കിൽ കൂട്ടുകാരനെ സ്നേഹിക്കാൻ When you love Jesus, you understand what he did. യേശുവിനെ സ്നേഹിക്കുമ്പോൾ നാം മനസ്സിലാക്കും യേശു എന്ത് ചെയ്തു എന്നുള്ളത്. You know, there are a lot of people who fight for their political leaders. അനേക മനുഷ്യരുണ്ട്, അവരുടെ രാഷ്ട്രീയപരമായി അവർ അടികൂടുന്നവർ. They are ready to die for the leader.
അവരുടെ ആ നേതാവിന് വേണ്ടി When they fight, what do they say? When they fight, what do they say? അവരങ്ങനെ അവർ അക്രമം ചെയ്യുമ്പോൾ അവരെന്ത് പറയും? They say, our leader did something great, so we are ready to die for our leader. ആ നേതാവ് എന്തോ വലിയ കാര്യം ചെയ്തു, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി മരിക്കുവാൻ What ഒരുക്കമാണ്. did Jesus do? യേശു എന്ത് ചെയ്തു? He died for us. യേശു നമുക്ക് വേണ്ടി He died മരിച്ചു. for a lost humanity. യേശു നശിക്കുന്ന ഒരു മാനവരാശിക്ക് വേണ്ടി When മരിച്ചു. you start loving Jesus, യേശുവിനെ നാം സ്നേഹിക്കുമ്പോൾ you will start seeing people who have lost without Jesus with a different viewpoint. നാം അപ്പോൾ നാം നശിക്കുന്ന ആ മാനവരാശിയെ കാണുവാൻ നാം തുടങ്ങും. Then we will start praying for them. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ We will തുടങ്ങും. start using the opportunities which is in front of them. നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ അവർക്ക് വേണ്ടി Unless you love Jesus, യേശുവിനെ സ്നേഹിക്കുന്നില്ല എങ്കിൽ whatever you do, നിങ്ങൾ എന്ത് it will be to ചെയ്താലും fulfill some religious duties. നിങ്ങൾ വെറും മതപരമായ ചില പ്രവൃത്തികൾ Most ചെയ്യുന്നു. probably, most of the time, it will be motivated by some other reasons. അതിന്റെ എല്ലാം അതിന് ഊർജം നൽകുന്നത് മറ്റേതെങ്കിലും വിഷയമായി. Let our life be motivated by the love of Jesus. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രവൃത്തികളും യേശുവിനോടുള്ള സ്നേഹം മൂലമായിരിക്കട്ടെ. When we do something, let it be because of our love for our Lord. നാം എന്ത് ചെയ്താലും ആ ചെയ്യുന്നത് യേശുവിനോട് കർത്താവിനുള്ള സ്നേഹം കൊണ്ടായിരിക്കട്ടെ. Whatever we do, let us have that mind. Then we will be able to avoid lot of conflicts and issues in life when we realize that we do it for the Lord. ആ ഒരു ചിന്തയോടുകൂടി നാം നമ്മുടെ കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും മാറും. നാം ചെയ്യുന്നത് എൻ്റെ കർത്താവിന് വേണ്ടിയാണ്. Let's close our eyes. We are going to pray. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. What do you നിങ്ങൾ കൂടുതൽ ഏത് രീതിയിലാണ് കാര്യങ്ങൾ വീക്ഷിക്കുന്നത്? ലോകപരമായി ആണോ അതോ ആത്മീകമായ ഒരു വീക്ഷണമാണോ നമ്മുടെ ലൈഫിലുള്ളത്? ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ മറുപടി ഇത്രയേ ഉള്ളൂ. നമ്മൾ ആത്മീയമായ വിഷയങ്ങളെ കോംപ്രമൈസ് ചെയ്ത് ലോകപരമായി പോകുന്നുവെങ്കിൽ നമ്മുടെ വീക്ഷണം കൂടുതൽ അങ്ങോട്ടാണല്ല. ഈ ലോകത്തിലുള്ളത് പലതും കോംപ്രമൈസ് ചെയ്ത് ചില നഷ്ടങ്ങൾ ലോകത്തിൽ സംഭവിച്ചാലും ദൈവികമായ കാര്യങ്ങൾ, ആത്മീയമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മുമ്പോട്ട് പോകുന്നെങ്കിൽ, ദൈവമക്കളെ, നമ്മുടെ യേശുവിനോടുള്ള സ്നേഹം അത് നമ്മളുടെ ഹൃദയത്തിൻ്റെ അകത്താഴമായി പതിഞ്ഞ് എഫെസ്യ സഭയെ പോലെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു, ലവോദിക്യ സഭയെ പോലെ ഉള്ള അവസ്ഥ മനസ്സിലാകാത്തൊരു രീതിയിലല്ല, മറിച്ച് കർത്താവിൻ്റെ പിന്നാലെ പോകുവാൻ ദൈവം സഹായിക്കട്ടെ. ദിസ് മോർണിംഗ് മേ ദ ലോർഡ് ഹെൽപ്പ് us. May the Lord help us. ഏത് പിതാക്കന്മാർ കഷ്ടം സഹിച്ചത് കൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടെന്ന് പറയുമ്പോൾ അവരെന്തിനാണ് ഈ കഷ്ടം സഹിച്ചത്? അവർ കഷ്ടം സഹിച്ചത് ആരും അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയല്ല. അവർ കഷ്ടം സഹിച്ച് അവർ യേശുവിൻ്റെ ദർശനം കണ്ട്, അല്ലെങ്കിൽ യേശുവിനോടുള്ള സ്നേഹം കൊണ്ടാണ് അവർ കഷ്ടം സഹിച്ചത്. നമുക്ക് ആർക്കും പറയാനൊക്കത്തില്ല ഞാൻ ദൈവത്തെ സേവിച്ചാൽ എൻ്റെ തലമുറ. അത് ബൈബിളിലെ വാക്യമുണ്ട്. എന്നാൽ അങ്ങനെയല്ല. നമ്മുടേതായ വ്യക്തിപരമായ ജീവിതത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ യേശുവിനെ സ്നേഹിച്ച് യേശുവിന് വേണ്ടി ജീവിക്കുവാൻ, യേശുവിന് പ്രാധാന്യം നൽകുവാൻ, എന്ത് സംഭവിച്ചാലും ഞാൻ എൻ്റെ യേശുവിന് വേണ്ടി ജീവിക്കുമെന്നുള്ള ആ ഒരു പൂർണ്ണ ബോധ്യത്തോടെ നമുക്ക് മുന്നേറാം. Let us lead a life by saying, Lord, whatever happens, I will love you, Jesus. ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങേ സ്നേഹിച്ച് ജീവിക്കും. ഈ ഒരാഴ്ച ദൈവം നമ്മളെ അതിനായി സഹായിക്കട്ടെ. നമ്മളുടെ when we reach a point where we have to take two directions, may the Lord help us to pick up directions from a spiritual viewpoint. ആത്മീകമായ ആ ഒരു കാഴ്ചപ്പാടോടുകൂടെ കാര്യങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാൻ ദൈവം സഹായിക്കട്ടെ. നമ്മുടെ ഈ ലോകത്തിലെ വേദന, പ്രയാസമെല്ലാം തീരും. അതിനൊക്കെ ഈ ലോകത്തിലുള്ളതാണ്. എന്നാൽ നമുക്ക് തന്നിരിക്കുന്ന ആയുസ് കർത്താവിന് വേണ്ടി ജീവിക്കാൻ ദൈവം സഹായിക്കട്ടെ. Let us pray. Heavenly Father, we surrender our lives to you this morning. Lord, help us, continue to guide us, lead us. Many times we have failed to show from our lives that we love you. Lord, many times we give lip service by praising you, but deep inside of our heart, many times we feel that love has been grown cold, oh God. It has lost its fire. Give us back that zeal to move forward. കർത്താവേ, ലോകത്തിൽ ഞങ്ങളെ ആര് കണ്ടു, ഞങ്ങളെ ആരറിഞ്ഞു നല്ല കർത്താവേ. എന്നാൽ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവൻ തന്നു, ഞങ്ങളെ വീണ്ടെടുത്തു. ആ സ്നേഹമോർക്കുമ്പോൾ അത് ഞങ്ങളെ ഈ ഭൂമിയിലെ ഞങ്ങളുടെ ജീവിതം
ദൈവത്തിനു വേണ്ടി ജീവിക്കുവാൻ കർത്താവ് സഹായിക്കണമേ. ദൈവമേ, അതിനായി ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങൾ ഒഴുകിപ്പോകാൻ അനുവദിക്കരുത്. യേശുവെ, അങ്ങ് പറഞ്ഞല്ലോ അനേകരുടെ സ്നേഹം തണുത്തു പോകും. ആ തണുത്തു പോകുമെന്ന് അങ്ങ് പറഞ്ഞപ്പോൾ ഉള്ള അങ്ങ് കണ്ട കൂട്ടരുടെ കൂടെ ഞങ്ങളായി പോകുവാൻ അനുവദിക്കരുതേ. കർത്താവെ, അങ്ങ് ലോകമനുഷ്യരെ പറ്റി അല്ലല്ലോ പറഞ്ഞത്. കർത്താവെ, ദൈവമേ, അത് ഞങ്ങളെ സഹായിക്കണമേ. ഹെൽപ്പ് us ലോർഡ്, ഹെൽപ്പ് us ടു സ്റ്റാൻഡ് സ്ട്രോങ് ഇൻ യുവർ പ്രസൻസ്. ഈ ഒരാഴ്ച ഞങ്ങളെല്ലാം സഹായിക്കണം. കീപ്പ് എവരി വൺ സേഫ്. ഹെൽപ്പ് us നോട്ട് ടു ഗെറ്റ് അൺസെറ്റിൽഡ്, ബട്ട് ഹെൽപ്പ് us ടു സ്റ്റാൻഡ് സ്ട്രോങ്. എല്ലാവരെയും സഹായിക്കണം. ഇന്ന് രാവിലെ താങ്ക് യു ഫോർ സ്പീക്കിംഗ് ടു മീ. താങ്ക് യു ഫോർ സ്പീക്കിംഗ് ടു us ത്രൂ യുവർ വേർഡ് ആൻഡ് ചാലഞ്ചിങ് us. ആ ദൈവത്തിൻ്റെ വിശ്വസ്തതയായിരിക്കാൻ സ്തോത്രം. Keep everyone in good health. In Jesus' name we pray. Amen. Now may the grace of our Lord Jesus Christ, love of the Father and fellowship of the Holy Spirit be with us all from now and forever. Amen. We are concluding the live streaming